Swastika Poppy, born and brought up in Calicut, Poppy completed her schooling at BEM Girls High School before embarking on the journey of marriage at the age of 17. She continued her studies even after marriage and obtained a degree in commerce from SNG College, Chennai. Poppy had always been passionate about beauty and makeup and used to improve her skills while she was still a child. When she moved to Saudi Arabia after completing her studies, she faced a lack of job opportunities. Happy morning, BNI. Happy morning. I'm Rofina Poppy, Poppy's Beauty Launch Character Salon. നിങ്ങൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ്. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യണം, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ആ സമയത്ത് എന്താ ചെയ്യുക, എല്ലാം എടുത്ത് ടേബിളിൽ നിർത്തും, എന്നിട്ട് ഇങ്ങനെ നോക്കി വെക്കും, പടച്ചാൽ ഇതൊക്കെ എവിടെയാണോ പരത്തേണ്ടതെന്ന് നോക്കിട്ട്. ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് എൻ്റെ ഫ്യൂച്ചർ പ്രസന്റേഷൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ ഒരാൾ വൃത്തിക്ക് ഡ്രസ് ചെയ്യേണ്ട ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നത്. പ്രസന്റേഷൻ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ സെൽഫായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട്. സെൽഫ് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൊരു 8 മിനിറ്റിനുള്ളിൽ മേക്കപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒരു 8 മിനിറ്റിൽ തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല. നമ്മളൊരു സെമിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഒരു 1 ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാന്നുള്ളത് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ. നമുക്കൊരാൾ അറ്റൻഡ് ചെയ്യാനോ ഒരാളോട് സംസാരിക്കാനോ ഒക്കെ വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ മേക്കപ്പിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സ് എങ്ങനെയാന്നുള്ളതാണ്. കാരണം എല്ലാവരുടെ കയ്യിലും പ്രോഡക്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് തന്നെ ഡിസ്ന അന്ന് ഒരു മേക്കപ്പ് കിറ്റ് തുറന്ന് വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ അടുത്തുള്ള സാധനമാണ്, ഇത് എവിടെയാണ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു സംഭവം തന്നെയായിരിക്കും മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്നത്. സംഭവങ്ങൾ നമ്മൾ ഓരോ മോളിൽ ചെല്ലുമ്പോഴും ഓരോന്നോരോന്ന് പിക്ക് ചെയ്തത്. പക്ഷെ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്നതാണോ എന്നതൊന്നും ആർക്കും വലിയ ഐഡിയ ഉണ്ടാവില്ല. ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിന്റെ pH ലെവൽ ഡിഫറൻസ് വരും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ടോണർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ പാഡിനകത്ത് ടോണർ എടുത്ത് ജസ്റ്റ് ഡാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെയാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ഏതാണോ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യാം. കാരണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെ 2 ടൈപ്പ് കൺസീലർ വരുന്നുണ്ട്. പൊതുവെ ഓറഞ്ച് കളർ യൂസ് ചെയ്യും. നമ്മളൊരു മേക്കപ്പ് എന്താ പറയുക, ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്കാർസും മാർക്സും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓറഞ്ച് കറക്റ്ററോ അല്ലെങ്കിൽ ഗ്രീൻ റെഡ് അത് ഓരോരുത്തർ. നമുക്ക് ചെറിയ രീതിയിലുള്ള മാർക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് യൂസ് ചെയ്താൽ മതി. അതെല്ലാം നമ്മൾ മാസ്ക് ഒക്കെ കുറച്ചുകൂടി തിക്കറായിട്ടുള്ള മാസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ക്രീം കൺസീലർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ അക്കോർഡിംഗ് ടു സ്കിൻ ടൈപ്പും നമ്മൾ കൺസീലർ ലിക്വിഡ് വേണോ ക്രീം വേണോ എന്നുള്ളതും കൂടെ തീരുമാനിക്കണം. പിന്നെ വരുന്നത് ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. മാറ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്, അതേപോലെ ഗ്ലോ ഫിനിഷിങ് കിട്ടുന്നുണ്ട്, അങ്ങനെയുണ്ട്. അതിപ്പോൾ ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലർക്ക് ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും ഇഷ്ടം. ഇപ്പം ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും മാറ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവും. അതല്ലാത്തവർക്കാണെങ്കിൽ ഒരു ഡ്യൂയി ലുക്ക് ഇഷ്ടമാകും. അപ്പോൾ 2 ടൈപ്പിലുള്ള ഫൗണ്ടേഷൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ സെൽഫ് മേക്കപ്പിനാണെങ്കിൽ ഒരുപാട് ഹൈ എൻഡിലേക്ക് ഒന്നും പോകണമെന്നില്ല. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പം എന്താ പറയുക മെബലിൻ, ലാക്മി അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും എടുത്താലും മതി സെൽഫായിട്ട് എടുക്കാനാണെങ്കിൽ. അതെല്ലാം നമ്മൾ ബ്രൈഡലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഹൈ എൻഡിലുള്ള ഷാരി ഫെബ്രി അല്ലെങ്കിൽ നാസി ഇങ്ങനെയുള്ള ബ്രാൻഡിലേക്കാണ് കൂടുതലും പോവാം. ഫൗണ്ടേഷൻ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് സ്കിൻ ടൈപ്പ് അല്ല സ്കിന്നിന്റെ ടെക്സ്ചർ നോക്കിയിട്ടാണ് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും എപ്പോഴും വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം സ്കിൻ ടോണിന് നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ഷെയ്ഡ് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചില സ്കിന്നിന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോമ്പിനേഷന് നമുക്ക് ഒരൊറ്റ ഷെയ്ഡിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ 2 ഷെയ്ഡ് എടുത്തിട്ട് അത് രണ്ടും ആ
പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് തന്നെ വേണം ഫൗണ്ടേഷൻ എടുക്കാൻ. കാരണം അങ്ങനെ വരുമ്പോൾ ഫൗണ്ടേഷൻ കളർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ ഗ്രേ അടിച്ചൊരു ഫീല് വരും. അധികം ആൾക്കാരും പറയും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കത്തുപോയി, അതിന് മുന്നേ അതിനേക്കാളും കളർ ഉണ്ടായിരുന്നു എന്ന് പറയും. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫൗണ്ടേഷന്റെ ഷെയ്ഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വരുന്നതാണ് പൗഡർ സെറ്റിങ്. പൗഡർ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വല്ലാതെ സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പൗഡറിനകത്ത് തന്നെ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് വരും, അല്ലാത്തത് വരും. അതുപോലെ ഫൗണ്ടേഷൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും എങ്ങനത്തെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പൗഡർ യൂസ് ചെയ്യുക, സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്കാർക്ക് കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ. ഈ കോമ്പാക്ട് പൗഡറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കവറേജ് കൂടെ കിട്ടും പൗഡറിനകത്ത്. അതേ സ്ഥാനത്ത് ലൂസ് പൗഡർ കവറേജ് കിട്ടില്ല, നമുക്ക് ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യാൻ മാത്രമേ ഇതാക്കുള്ളൂ. കോമ്പാക്ട് കയ്യിലാണെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഒന്നും ചെയ്യാൻ ടൈമില്ലെങ്കിൽ വേഗം കോമ്പാക്ട് അപ്ലൈ ചെയ്ത് നമുക്ക് പുറത്ത് പോകാൻ പറ്റും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു വകുപ്പാണ് സംഭവം. പക്ഷെ എന്നാലും ഒരുവിധം എല്ലാവരും ഐ മേക്കപ്പ് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആയിരിക്കും, അതിനനുസരിച്ചിട്ടാണ് ഓരോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ ബ്ലഷാണ്. ബ്ലഷ് കൊടുക്കുന്നതിന് അത് ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെയും ഫേസ് ഇപ്പം മെലിഞ്ഞ ഫേസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇവിടേക്ക് കൂടെ ചീക്കിലേക്ക് കൂടെ ബ്ലഷ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫേസ് ഒന്ന് ബ്ലഷ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കും. അതല്ല നല്ല വലിയ ഫേസ് ഉള്ള ആൾക്കാരാണ് അവരെപ്പോഴും ഈ ഒരു ഏരിയയിലേക്ക് ബ്ലഷ് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ഏരിയയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത ഫീല് വരും. അത്രയും ഫേസ് ചെറുക്കാണ്. വലിയ ഫേസ് ഉള്ള ആൾക്കാർ ഇവിടെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ് ഒന്നുകൂടെ വലുതായിട്ടായിരിക്കും തോന്നുന്നത്. അത് ബ്ലഷ് ചെയ്യുമ്പോഴും അത് അവരവരുടെ ഫേസിനനുസരിച്ച് തന്നെയാണ് ചെയ്യാൻ. പിന്നെ കോണ്ടോറിംഗ് ഒക്കെ ചെയ്യാം. കോണ്ടോറിങ്ങിനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നമുക്ക് സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ ഒരു ബ്ലഷ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലേക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വരുന്നത് ലിപ്പാണ്. ലിപ്പ് പിന്നെ ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല, എല്ലാവരുടെയും ബാഗിനകത്ത് ലിപ്സ്റ്റിക് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് ലിക്വിഡ് ടൈപ്പ് ഉണ്ട്, ബുള്ളറ്റ് ടൈപ്പ് ഉണ്ട്. അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ലിപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മുടെ ലിപ്പിന്റെ കറക്റ്റ് ഷേപ്പ് ഡ്രോ ചെയ്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പൊ കുഞ്ഞി ലിപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മേലേക്ക് ആക്കിയിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. അതല്ല വലിയ ലിപ്പാണെങ്കിൽ അവർ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ലിപ്പ് ഡ്രോ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജന്മനാണ് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഒക്കെ ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഗസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട്. സിമ്പിൾ അതിനകത്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ മേക്കപ്പ് ആയിരിക്കും, അതേപോലെ തന്നെ സിമ്പിൾ ഹെയർ ഡു ആൻഡ് സാരി വേണമെങ്കിൽ സാരി ഡ്രൈപ്പിങ്. ഇവിടെ സാരി ഉടുക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതും ഇവിടെ ചെയ്യാൻ